ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുവർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ അപർണ. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 29 ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിന് ഒരു മാർഗമാണ് ഈശോ എന്ന് വിചാരിച്ച് വന്നവരല്ല. ഞങ്ങൾ ഹിന്ദുക്കളായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവൾ റൂമിലിങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൾ എനിക്കും ഇതുപോലെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരികയും ഈശോയുടെ ഫോട്ടോ എനിക്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ അവളെനിക്ക് 2 കുഞ്ഞ് ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബൈബിൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അവളെനിക്ക് ഈശോയുടെ ഫോട്ടോ തന്നു, അതും ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് വെച്ച് എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു, ലോണ്, പലിശ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കുള്ള കടമെങ്കിലും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു 70,000 രൂപ ഇത്രയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, അത്രയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയുണ്ട്? അപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അവർ പറഞ്ഞത് മാക്സിമം ഒരു 70,000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞങ്ങളുടെ ആ എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും കടം തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസമായിട്ട് മാറി. അതുപോലെ തന്നെ ആ എമൗണ്ടിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ അവരുടെ ഒരു ചിലവിനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ 2ാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2021 ഒരു സ്റ്റാഫ് നഴ്സ് DHS PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ അത് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കും, നോട്ടിഫിക്കേഷൻ വന്നോ. ഒരു ദിവസം തന്നെ ഒരു 10-40 പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മെയിൻ ലിസ്റ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കും. പിന്നെ ആ സമയത്ത് ജോലിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ നിറയെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുവായ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ ആ പേപ്പറിൽ ഇട്ട് പ്രാർത്ഥിച്ചു. 2024 നവംബറിൽ ലിസ്റ്റ് ക്യാൻസലാവും. അപ്പം 2024 ഒരു സെപ്റ്റംബർ ആയിട്ടും എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ആ ജോലി ഇല്ല, പോയി. അപ്പം ഞാനൊരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്, ആകാശത്തൊരു മഴവില്ല് ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ അനുജത്തിയെ വിളിച്ചിട്ട് പറയുവാണ്, ആ മഴവില്ല് നിൽക്കുവാണ് എന്ന്. അവളെ വിളിക്കുമ്പോഴത്തേനും പക്ഷെ അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ ഉണർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുത്തില്ല, എനിക്ക് മാത്രമാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അനുജത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അവൾ പറഞ്ഞത് ഒരു വലിയൊരു മരം, അതിനകത്ത് നിറയെ മുല്ലപ്പൂവ്, പിന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലിയുടെ പേപ്പർ വരുന്നു എന്നാണ് അവൾ സ്വപ്നം കണ്ടത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ 7ാം മാസത്തെ ചടങ്ങിന് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേന്ന്, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ, അതായത് സെപ്റ്റംബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ അവളെ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഒക്ടോബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു.
കൊല്ലം PSC ആണ് ഞാൻ എഴുതിയത്. കൊല്ലത്ത് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ഞാനിപ്പോൾ സ്ഥിര നിയമനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈശോയോടും മാതാവിനടുത്തും. കാരണം എനിക്ക് ആ ജോലി കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. കാരണം ആ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ വ്യക്തി ഞാൻ തന്നെ ആയിരിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇത്രയും അപ്പോൾ ആ ജോലി കിട്ടിയിട്ട് പോലും എനിക്ക് വീണ്ടും എനിക്ക് എൻ്റെ കടബാധ്യതകളും കാര്യങ്ങളും തീർക്കാനായിട്ട് ദൈവം ഒരു മാർഗവും കൂടെ കാണിച്ചു തന്നു. എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ജീവിക്കാനുള്ളത് ദൈവം തന്നു, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മനാ ഉണ്ടായിരുന്നൊരു അലർജി, ഫുഡ് അലർജി. എനിക്ക് പാല്, ചിക്കൻ, ബീഫ് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ദേഹം ഫുൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പൊന്തി വരും. പിന്നെ വൊമിറ്റിങ്, സ്റ്റൊമക്ക് ഏക്ക് എല്ലാം ഉണ്ടാവും. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ മാറത്തില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും പറയും പാലും ചിക്കനൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ ആയിരിക്കും, ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 6ാമത്തെ മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാല് കുടിച്ച് നോക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നു. പാലെന്നല്ല, പാലിൻ്റെ എന്ത് ഉൽപ്പന്നമായാലും, ഐസ്ക്രീം ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇച്ചിരി ഒന്ന് ചെന്നാൽ എനിക്ക് അപ്പോഴും ചൊറിയും, കഴുത്ത് മുതൽ ചൊറിയും, ദേഹം ഫുള്ള് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കുടിച്ച് നോക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് പാലൊരു ഗ്ലാസ്സിലെടുത്തു. അതിനകത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കിയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ പാലിനകത്ത് ഇട്ടിട്ട് ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് ഞാൻ കുടിച്ചു. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പാല് ജന്മനാ അലർജിയാണ്. ഞാൻ അമ്മയുടെ പാല് കുടിച്ചതല്ലാതെ അല്ലാത്ത പാല്, പശുവും പാലും അതൊന്നും കുടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോഴും ചെറുപ്പം മുതലേ എനിക്കിത് അലർജിയാണ്. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് കുടിച്ചപ്പോൾ പ്രശ്നമില്ല. എനിക്ക് ആ നിമിഷം, ആ കുടിച്ച ആ സമയത്ത് ഈ നിമിഷം എനിക്ക് ഒരു ചൊറിച്ചിലുമില്ല. എന്താണെന്ന് എനിക്ക് അപ്പോഴേക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്രയും വർഷം, ഇപ്പം എനിക്ക് 31 വയസ്സായി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളം എനിക്കത് അലർജി ആയിരിക്കണം. അലർജി കൊണ്ട് ഞാനത് കഴിക്കത്തില്ലായിരുന്നു. ഈ നിമിഷം ഞാൻ ആ പാലിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചതിന് ശേഷം എനിക്ക് ഈ നിമിഷം വരെ, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നത് ഇവിടെ ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പാല് കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് അലർജി ഇല്ല. ഇത്രയും വർഷം നിന്ന് അലർജി മാറ്റിത്തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്തൊരു രോഗസൗഖ്യം വെച്ചാൽ ഞാൻ പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് തൊട്ട് ഇത്രയും നിമിഷം വരെ, അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത്, എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പീരീഡ്സ് തുടങ്ങി കഴിയുന്നത് വരെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം കിടപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ കൊന്ത വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഇപ്പം വേദന ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ജോലി ചെയ്യാം, നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. വേദന ഉണ്ടെങ്കിൽ പോലും അത്ര ഭീകരമായിട്ടുള്ള വേദന എനിക്കില്ല. അതിൽ നിന്ന് എനിക്കൊരു സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഡിസംബർ 11-ാം തീയതി ആയിരുന്നു, 2024 ഡിസംബർ 11-ാം തീയതി ആയിരുന്നു എനിക്ക് എൻ്റെ ഡെലിവറി ഡേറ്റ് തന്നത് ഡോക്ടർ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ, 2020 ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ ഡിസംബർ 7 എൻ്റെ ഡെലിവറി ഡേറ്റ് തരുമോ, അതല്ലെങ്കിൽ ഡിസംബർ 11 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ദൈവമേ, ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് തന്നെ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. ഡിസംബർ 7-ാം തീയതി എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിനെ കിട്ടി, ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. പിന്നെ ആ 2024 ഒക്ടോബറിൽ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ ഡെലിവറി ആ സമയം ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത് 2025 ഒക്ടോബർ 25 എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 തന്നെ ഒക്ടോബറിൽ 24-ാം തീയതി ഞങ്ങളിവിടെ വന്നു, ഉടമ്പടിയൊക്കെ പുതുക്കി. 25-ാം തീയതി ഞങ്ങൾ ജപമാല റാലിയിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ പങ്കെടുത്തു. എൻ്റെ കുഞ്ഞിന് അപ്പോൾ 10 മാസമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, കുഞ്ഞു മക്കളെയൊന്നും കൊണ്ട് വരരുത്, പറ്റത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അവനെയും കൊണ്ട് തന്നെ വരണമെന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു. ജപമാല റാലി തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ അവനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നിയില്ല. അപ്പം
ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കിലോമീറ്റർ അവരെങ്ങനെ നടന്നത് ഒപ്പിച്ച് തീർത്തു എന്ന് ഞാൻ വിചാരിക്കും, ക്ഷീണിച്ച് കാണുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ അവനെയും കൊണ്ട് നടന്നിട്ട് പോലും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം ഞങ്ങൾ നടന്നു കംപ്ലീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം സത്യം പറഞ്ഞാൽ പത്രങ്ങൾ കൊടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നീട് അച്ഛൻ ഇതുപോലെ ധ്യാനത്തിൽ പറയും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് നിന്ന് ഒരുപാട് കിലോമീറ്റർ അങ്ങ് കൊണ്ട് ആരും കാണരുത്, നമ്മളെ അറിയപ്പെടുന്ന ആരും നമ്മൾ പത്രം കൊടുക്കുന്നത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീടിനടുത്തുള്ളവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ വീടിനടുത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്തു. ആ കൊടുത്തവർ തന്നെ അവർക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത കുറേ പേരെ ഞങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തി ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, ഞാൻ കുറേശ്ശെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും ആഴ്ചകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ ഞങ്ങളുടെ വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനത്തിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന് ഞങ്ങളെ ഇത്രയും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദിയും ചക്കര ഉമ്മയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഉടമ്പടി ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര പൂരകങ്ങളായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കലാണ്. സുവർണ മോൾ GS എന്ന ഈ മകൾ തൻ്റെ സഹോദരിയുമായി ഉടമ്പടിയെടുത്ത് രണ്ടുപേരും ഉടമ്പടിയെടുത്തിട്ടാണ് ഇന്ന് അൾത്താരയിലേക്ക് കയറി വന്ന് സാക്ഷ്യം പറയാനായി പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിറവേറും എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയുമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഇവർ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി എല്ലാ കണ്ടൻറ്റുകളുമുള്ള ഒരു നല്ല സാക്ഷ്യമായിട്ട് നമുക്കിതിനെ കാണാം. ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് സ്വപ്നദർശനത്തിലൂടെ അവർക്ക് വെളിവാക്കി കൊടുക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ യാതൊരു യോഗ്യതയുമില്ല. അവർ 2021 എഴുതിയ PSC ടെസ്റ്റിൻ്റെ ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി നൽകി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നത്. അതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകി ഈശോയുടെ അനുഗ്രഹം നൽകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ഒരു വലിയ സൗഖ്യം ഈ മകൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പാലുൽപ്പന്നങ്ങളും അതുപോലെ മീറ്റ് പ്രോഡക്റ്റ് ഒന്നും തന്നെ കഴിക്കാൻ പറ്റാതിരുന്ന, ജന്മം മുതൽ കഴിക്കാൻ പറ്റാതിരുന്ന ഒരു മകൾക്ക് വളരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇന്ന് പോലും പാല് കുടിച്ചിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ജനനം മുതൽ ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തമായ രീതിയിൽ പാലുൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്റ്റോ കഴിക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ ഈശോ വലിയൊരു സൗഖ്യം നൽകിയാണ് ഈ മകളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എയർലിഫ്റ്റഡായ മറ്റൊരു സാക്ഷ്യമാണ് ഇയാൾക്ക് പറയാനുള്ളത്. ഡിസംബർ 7-ാം തീയതി വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു. ആ കുഞ്ഞിനെ അടുത്ത 10 മാസം പ്രായമുള്ളപ്പോൾ പൂർണ്ണമായ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ക്ഷീണം കൂടാതെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനായി അവർക്ക് സാധിച്ചു. അങ്ങനെ ഉടമ്പടി വളരെ മനോഹരമായി ജീവിച്ച് സാക്ഷികളായി മാറിയ ഈ രണ്ട് മക്കൾക്കും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ നിറവിനും കാരുണ്യത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.